എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി കമ്മ്യൂണിറ്റി ക്വാട്ടയിൽ അലോട്ട്മെൻറ്റ് നേടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ അതായത് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ച ഒരു പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി ക്വാട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിലവിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി ക്വാട്ടയിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച് പോവുകയാണ് എങ്കിൽ നിലവിലെ സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിൽ നിങ്ങൾ മെറിറ്റ് ക്വാട്ടയിൽ അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടി എന്ന് കരുതുക. നിങ്ങൾ അവിടെ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നു എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ക്വാട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടി. സ്കൂളിൽ നിന്ന് നിങ്ങളോട് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുത്തു. അതായത് ഇവിടെ നിന്ന് TC വാങ്ങിച്ചു. അതിനുശേഷം ഇവിടെ പോയിട്ട് അവിടെ കമ്മ്യൂണിറ്റി ക്വാട്ടയിൽ അഡ്മിഷൻ നേടുകയാണെങ്കിൽ നിങ്ങളെ പിന്നീട് ഈ ഒരു മെറിറ്റ് ക്വാട്ട അലോട്ട്മെൻറ്റിനായിട്ട് കൺസിഡർ ചെയ്യുന്നത് ആയിരിക്കില്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് 2ാമത്തെ കാര്യം നോക്കാം. ഒരു വിദ്യാർത്ഥി അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷിച്ചു. എവിടെയും അലോട്ട്മെൻറ്റ് ആ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് എവിടെയും ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി കമ്മ്യൂണിറ്റി ക്വാട്ടയിൽ അലോട്ട്മെൻറ്റിനായിട്ട് അവിടെ അഡ്മിഷൻ ഉണ്ട്, നിങ്ങൾ വന്നാൽ അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് പ്രോബ്ലം ഇല്ല. കാരണം ആ ഒരു വിദ്യാർത്ഥിക്ക് എവിടെയും അലോട്ട്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി ക്വാട്ടയിൽ അഡ്മിഷനായിട്ട് ലഭിച്ചു. അപ്പോൾ അങ്ങനെ അഡ്മിഷൻ ലഭിക്കുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിയെ തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കും. കാരണം ഓൾറെഡി ആ ഒരു വിദ്യാർത്ഥിക്ക് എവിടെയും അലോട്ട്മെൻ്റ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും കിട്ടിയില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കിട്ടിയിട്ടില്ല, ട്രയലിലും എവിടെയും കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷേങ്കിൽ അതായത് ഫസ്റ്റിലും സെക്കൻഡിലും എവിടെയും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി കമ്മ്യൂണിറ്റി ക്വാട്ടയിൽ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാലും ആ ഒരു വിദ്യാർത്ഥിയെ തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതാണ്. ആ ഒരു വിദ്യാർത്ഥിക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ കമ്മ്യൂണിറ്റി ക്വാട്ട അഡ്മിഷൻ നേടി ആ ഒരു സ്കൂളിൽ നിന്നും തേർഡ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന ആ ഒരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് മാറാനായിട്ടുള്ള അവസരം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്നുകൂടി നിങ്ങളോട് ഈ ഒരു കാര്യം പറയാം. അതായത് ഈ ഒരു ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടി, ആ ഒരു സ്കൂളിൽ നിങ്ങൾ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ എടുത്തു. അങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് കമ്മ്യൂണിറ്റി ക്വാട്ടയിൽ ഇപ്പോൾ നിങ്ങളോട് അഡ്മിഷനായിട്ട് വരാൻ പറഞ്ഞു. നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ ഇവിടെ നിന്നും TC വാങ്ങിച്ച് നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിറ്റി ക്വാട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ ആ സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ മെറിറ്റ് ക്വാട്ടയിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും. അതേസമയം നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥിക്ക് ഇതുവരെ എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയില്ല, ഫസ്റ്റും കിട്ടിയില്ല, സെക്കൻഡും കിട്ടിയില്ല, ഈ ഒരു അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടിയിട്ടില്ല എന്ന് കരുതുക. അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് കമ്മ്യൂണിറ്റി ക്വാട്ടയിൽ അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങളോട് അഡ്മിഷനായിട്ട് വരാൻ പറഞ്ഞു. നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് മറ്റൊരു ഓപ്ഷനിലേക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വരുന്ന സമയത്ത് ആ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് സമയത്ത് മറ്റൊരു കോഴ്സിലേക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലേക്ക് നിലവിലെ കമ്മ്യൂണിറ്റി ക്വാട്ട സീറ്റിൽ നിന്നും TC വാങ്ങിച്ച് പുതിയ ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കമ്മ്യൂണിറ്റി ക്വാട്ടയിലോ അല്ലെങ്കിൽ മെറിറ്റ് ക്വാട്ടയിലോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ക്വാട്ടയിലോ സ്പോർട്സ് ക്വാട്ടയിലോ ഏതെങ്കിലും ഒരു ക്വാട്ടയിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങളെ പിന്നീട് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റായിട്ട് പരിഗണിക്കുന്നത് ആയിരിക്കില്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങൾ കമ്മ്യൂണിറ്റി ക്വാട്ടയിലോ അല്ലെങ്കിൽ ഈ ഒരു മെറിറ്റ് ക്വാട്ട വഴിയോ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടി, അല്ലെങ്കിൽ സ്പോർട്സ് ക്വാട്ടയിലോ മാനേജ്മെൻറ്റ് ക്വാട്ടയിലോ അതായത് ഏതെങ്കിലും ഒരു ക്വാട്ടയിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ യാതൊരുവിധ കാരണവശാലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതായിരിക്കില്ല. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുന്നത് ഇതുവരെ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥിയെയും അതുപോലെ അപേക്ഷയിലെ തെറ്റ് കാരണം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികളെയുമാണ്, അതുപോലെ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികളെയുമാണ് ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് അടുത്ത സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റായിട്ട് പരിഗണിക്കുക. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ മാറിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.